ഓർത്തഡോക്സ് യാക്കോബായ തർക്കക്കേസിൽ പള്ളികൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കി സുപ്രീം കോടതി. എല്ലാ വിഷയങ്ങളും പരിഗണിച്ച് ഹർജികളിൽ വാദം കേൾക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് നിർദ്ദേശം നൽകി. സുപ്രീം കോടതിയുടെ ഉത്തരവ് ആശ്വാസം നൽകുന്നതെന്ന് യാക്കോബായ സഭ പ്രതികരിച്ചു. സർക്കാർ എടുത്ത കണക്ക് കേസിൽ പ്രസക്തമല്ല എന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഓർത്തഡോക്സ് സഭ സ്വാഗതം ചെയ്തു. തർക്കത്തിലുള്ള 6 പള്ളികൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവാണ് സുപ്രീം കോടതി ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് റദ്ദാക്കിയത്. ഹർജികളിൽ വീണ്ടും വാദം കേൾക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് നിർദ്ദേശം നൽകി. മതപരമായ വിഷയങ്ങളിൽ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുള്ള നടപടികൾ പൊതുതാൽപര്യത്തിന് യോജിച്ചതാണോ എന്ന് ഹൈക്കോടതി പരിശോധിക്കണം. പള്ളികളിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറാനുള്ള സുപ്രീം കോടതി വിധി നടപ്പാക്കേണ്ടതാരെന്ന് ഹൈക്കോടതി നിർണ്ണയിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കോടതിയലക്ഷ്യ കേസിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകിയ ഇടക്കാല സംരക്ഷണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുക്കും വരെ നീട്ടി. ഓരോ പള്ളികളുടെയും വാദം കേട്ട ശേഷം ഹൈക്കോടതി അന്തിമ തീരുമാനമെടുക്കണമെന്ന് യാക്കോബായ സഭ പ്രതികരിച്ചു. 2017 ജൂലൈ 3 കോടതി വിധിയുടെ മറവിൽ യാക്കോബായ സഭയുടെ എല്ലാ പള്ളികളും ഒറ്റയടിക്ക് പിടിച്ചെടുക്കാമെന്നുള്ള ആ സ്വപ്നത്തിന് ഒരു പരിധിവരെ തടയിട്ടു എന്നുള്ളതാണ് ഞങ്ങൾ ആ കോടതിയിൽ നടന്ന നടപടികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർക്കാർ എടുത്ത ഇരുവിഭാഗങ്ങളുടെയും അംഗസംഖ്യാ കണക്ക് കേസിൽ പ്രസക്തമല്ലെന്ന സുപ്രീം കോടതി നിരീക്ഷണം ഓർത്തഡോക്സ് സഭയും സ്വാഗതം ചെയ്തു. 24 ഡൽഹി.